വീണ്ടും ചർച്ചയിലേക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഇടപെട്ടത് സർക്കാരാണ്. വളരെ കൃത്യസമയത്ത് സർക്കാർ ഇടപെട്ടു എന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ പിന്നീടങ്ങോട്ട് ഇടപെടലിന് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായി. അതുമാത്രമല്ല, നിലപാടുകൾ ഒരുപക്ഷെ ഈ പരസ്പരം ഒരു സംഘർഷമുണ്ടാവുന്ന വേദിയിൽ സ്വീകരിക്കേണ്ട നിലപാട് തന്നെ ആയിരിക്കാം അത്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നതിനേക്കാൾ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിൻ്റെ നയം കണ്ടു. പക്ഷേ പിന്നീടങ്ങോട്ട് ഈ 2 മാസമായിട്ടും ഒരു പരിഹാരത്തിനുള്ള സാധ്യത സർക്കാർ തേടുന്നില്ല എന്ന വിമർശനത്തോട് എങ്ങനെ താങ്കൾ സമീപിക്കുന്നു? ഇത് കോടതിയെ ബാധിക്കുന്ന, കോടതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കോടതിയുടെ ഭരണപരമായ നിയന്ത്രണം അത് ചീഫ് ജസ്റ്റിസിന് നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതും. പക്ഷെ ഇപ്പോൾ ആ ഘട്ടം പിന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ, ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പൊതു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി സർക്കാരിന് സാങ്കേതികത്വം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്നലെ നിയമമന്ത്രി ശ്രീ AK ബാലനും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഭരണകൂട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാൻ വീണ്ടും താങ്കളിലേക്ക് വരുമ്പോൾ ഈ എന്താണ് ആ ഏറ്റുമുട്ടലുകളുടെ സാധ്യതകളും ആ സാഹചര്യവും അതിൻ്റെ ന്യായാന്യായങ്ങൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്പെസിഫിക്കായി എന്താണ് അഭിഭാഷക അസോസിയേഷന്റെ കൃത്യമായ ആവശ്യങ്ങൾ ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ? ഹർഷൻ, ഇത് പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ്. ഇതിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റിദ്ധാരണജനകമായിട്ടാണ്. അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മിനിഞ്ഞാന്ന് നടന്നിട്ടുള്ള ചർച്ചകളിൽ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ, ചില സജഷനുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മാനേജ്മെൻറ്റുകളുടെ പ്രതിനിധികളോട് ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. അത് ആ വിഷയങ്ങൾ കാണാതെയാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഈ 5 പേർ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 5 പേർ കോടതിയിൽ വരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന സജഷൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് മാധ്യമങ്ങളുടെ മാനേജ്മെൻറ്റുകളോട് നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ചർച്ചകൾക്കെല്ലാം ശേഷം നിങ്ങൾ കോടതിയിൽ പോയില്ലെങ്കിൽ അത് നമ്മളുടെ പരാജയമായി ജനങ്ങൾ കാണും, അതുപോലെ തന്നെ വക്കീലന്മാർ വിജയിച്ചതായി കാണും. ഈ തരത്തിലുള്ള ഒരു ധിക്കാരപരമായുള്ള നിലപാടെടുത്തുകൊണ്ട് മാനേജ്മെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസം 5 പേരെ, ഞങ്ങൾ പേര് പറഞ്ഞിട്ടുള്ള 5 പേരെ കോടതിയിലേക്ക് വിട്ടിട്ടുള്ളത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ്. ജുഡീഷ്യറിയെ അവമതിപ്പെടുത്താൻ, ബഹുമാനപ്പെട്ട ജഡ്ജിമാരെ അവമതിപ്പെടുത്താൻ ആ 5 പേർ മാത്രമാണ് പ്രശ്നമെങ്കിൽ ആ വിഷയത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള അഭിഭാഷകരില്ലേ? എത്ര പേരുണ്ട്? ഇത്തരം ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട്, കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അഭിഭാഷകരില്ലേ? ഇവർ ഈ സംഘർഷത്തിൽ തന്നെ അഭിഭാഷകരും പെട്ടിട്ടില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലേ ഏറ്റുമുട്ടിയത്? അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ അഭിഭാഷകർക്ക് എതിരെ എന്താണ് നടപടി എന്ന ചോദ്യത്തിന് വീണ്ടും പ്രസക്തി ഉണ്ടാവുകയാണ്. എന്നെക്കൊണ്ട് അത് വീണ്ടും താങ്കൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. കോടതി എന്നുള്ളത് അഭിഭാഷകരുടെ തൊഴിൽ സ്ഥലമാണ്. മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സ്ഥലത്ത് ഞങ്ങൾ ഒരിക്കലും കയറിയിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സ്ഥലമല്ലേ സാർ അത്? ആ മാധ്യമപ്രവർത്തകരുടെയും തൊഴിൽ സ്ഥലമല്ലേ? അതിനെ അങ്ങനെ നിർവചിക്കാൻ കഴിയുമോ? അതെങ്ങനെയാണ് അങ്ങനെ നിർവചിക്കാൻ കഴിയുക? അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും ഒരുപോലെയല്ലേ ഇവിടെ? അതാണ്, അതെങ്ങനെയാണ് അങ്ങനെ നിർവചിക്കാൻ കഴിയുക? കേരളത്തിലെ മറ്റ് കോടതികളിൽ അവർക്ക് എവിടെയും പോകാം, അവർക്ക് എവിടുന്നും അതൊരു പ്രിവിലേജ് ഒന്നുമല്ല, അതൊരു പ്രിവിലേജ് അല്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ അവരുടെ ഒരു തൊഴിൽ സ്ഥലം അതെങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? വിളിച്ചു പറയരുത്. നിങ്ങളെ പോലെ ഒച്ച വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ വിഷയം അങ്ങനെ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. താങ്കൾ തീരുമാനങ്ങൾ പറയുകയാണ്, താങ്കൾ തൊഴിലിടങ്ങളെ നിർവചിക്കുകയാണ്, മാധ്യമപ്രവർത്തകർ ആരൊക്കെ എവിടെയൊക്കെ ജോലി ചെയ്യണമെന്ന് നിർവചിക്കുന്നു, എങ്ങനെയായിരിക്കണം കോടതിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് താങ്കൾ നിർണ്ണയിക്കുന്നു.
ആ നിലയ്ക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ശബ്ദമുണ്ടാവുന്നത്, ആളുകൾ അതിനെ എതിർക്കുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, കോടതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വരണം, കോടതി വാർത്തകൾ ഞങ്ങൾ ഇങ്ങനെയെല്ലാം റിപ്പോർട്ട് ചെയ്യും, ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും പറയാം, ഞങ്ങൾ ജഡ്ജിമാരെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയും. നിങ്ങളടക്കമുള്ള ആളുകളുടെ ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷകരെ കരുതും. കാരണം ജഡ്ജിമാരെ കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അബദ്ധങ്ങൾക്ക് ചെവി കൊടുക്കരുത്. ശ്രീ അബ്ദുൽ ഗഫൂർ 5 പേരാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് വരാം. 5 പേരാണ് പ്രശ്നം, 5 പേർ മാത്രമാണ് പ്രശ്നം. ആ 5 പേരുടെ തൊഴിലിടമാണ് പ്രശ്നം. അതിലേക്കാണ് ഈ വിഷയത്തെ ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യും? അല്ല, മിസ്റ്റർ കൃഷ്ണദാസിന്റെ വാക്കിൽ തന്നെ കോടതി അവരുടെ മാത്രം തൊഴിൽ സ്ഥലമാണെന്നാണ്. അങ്ങനെയല്ല. മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചോളം എവിടെയും തൊഴിൽ സ്ഥലമാണ്. അവിടെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അവൻ്റെ ജോലിയുമാണ്. മാധ്യമപ്രവർത്തകരുടെ ജോലിയാണത്. അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇത് എങ്ങനെ നേരിടുമെന്ന് കേരള ജനതയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ 5 പേരെ മാറ്റി നിർത്തുക എന്നുള്ളതോ, 5 പേരെ എന്നല്ല 8 പേരാണ് കഴിഞ്ഞ ദിവസം ചെന്നത്. എല്ലാവരെയും ആക്രമിച്ചല്ലോ, അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചല്ലോ. 5 പേരെ മാറ്റി നിർത്തണമെന്ന് പറയും. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് തിരിച്ചു. ഈ അഭിഭാഷകരെ മാറ്റി നിർത്താൻ അവർ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പെട്ടവരെ 2.5 മാസം കഴിഞ്ഞ് വീണ്ടും ആക്രമിക്കാമെന്നാണ് അവർ പറയുന്നത്. വാർത്തകൾ പറയരുത്. ആരാണ് ആക്രമിച്ചത്? ഒരാളും ആക്രമിച്ചില്ല, ഒരാളെയും ആക്രമിച്ചില്ല. കയ്യേറ്റം സത്യമാണ്, വിശ്വസിച്ച് കാണിച്ചിട്ടുണ്ട്. കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായി. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കോടതിയിൽ അപേക്ഷ ഇല്ല നിങ്ങൾ തെറ്റ് വേണ്ട ആ വക വർത്തമാനമൊന്നും നിങ്ങൾ പറയണ്ട. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്തകൾ, ഇന്ന് അച്ചടിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രതിനിധിയുമായിട്ട് ഞങ്ങളുടെ ഒരു അഭിഭാഷക സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ആരാക്രമിച്ചു എന്നാ പറയുന്നത്? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തെറ്റായിട്ടുള്ള പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ ഗഫൂർ, കേരളത്തിലെ ജനങ്ങളെ വേണ്ട ആ തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഗഫൂർ. കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തെറ്റിദ്ധാരണജനകമായിട്ട് അദ്ദേഹം രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞത്. രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ പിന്നീട് പോലീസ് മിസ്റ്റർ ഗഫൂർ കണ്ടിട്ടുണ്ടോ പരാതി? മിസ്റ്റർ ഗഫൂർ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാത്ത കാര്യം മിസ്റ്റർ ഒരു പരാതി എവിടെ ഉണ്ടായിട്ടുണ്ട്? ശ്രീ കൃഷ്ണദാസ്, ഒരു പരാതി. ഇനിയിപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. അവിടെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ വാദിക്കുന്നു, സംഘർഷം ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്നു. താങ്കളുടെ വാദമാണ് ശരിയെങ്കിൽ പോലും താങ്കൾക്കൊരു നിലപാടുണ്ടല്ലോ, 5 പേർ അവിടെ തൊഴിലിന് വരരുത് എന്ന്. ആ നിലപാടിലേക്ക് നമുക്ക് ചർച്ചയെ കൊണ്ടെത്തിക്കാം. അത് താങ്കൾ ഈ ചർച്ചയിൽ പ്രഖ്യാപിച്ചതാണല്ലോ. താങ്കളുടെ വാദങ്ങളെല്ലാം ശരിവയ്ക്കാം. പക്ഷേ 5 പേർ അവിടെ തൊഴിലെടുക്കരുത് എന്നത് താങ്കളുടെ വാദമാണ്. അതിന് പലതരത്തിലാണ്. നിയമപരമായി എന്താണ് നിലനിൽപ്പ്, അതിന് എത്രത്തോളം നൈതികതയുണ്ട് എന്നതടക്കം ഏത് തരത്തിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി വിലയിരുത്തേണ്ടത്? ശ്രീ കൃഷ്ണദാസ്. ശ്രീ ഹർഷൻ, ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ മിനിങ്ങാന്ന് നടന്നപ്പോൾ, ബഹുമാനപ്പെട്ട കോടതിയിൽ നടന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികൾ, മാധ്യമപ്രതിനിധികൾ, പത്ര മാനേജ്മെൻറ്റുകളുടെ പ്രതിനിധികൾ, അഭിഭാഷകരുടെ പ്രതിനിധികൾ, ബഹുമാനപ്പെട്ട ജഡ്ജിമാർ, ഇവരെല്ലാം ആ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അഭിഭാഷകർ ഉന്നയിക്കുന്നതെന്നും ആ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട ജഡ്ജിമാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകളും എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം. ആ ആളുകളിൽ ആരെങ്കിലും ഈ ചർച്ചയ്ക്ക് വന്നാൽ അവരോട് ഞാൻ നേർക്കുനേർ ചോദിക്കാമല്ലോ, എന്തായിരുന്നു അന്നത്തെ ചർച്ചയുടെ റിസൾട്ട്, എന്തായിരുന്നു അന്ന് സംഭവിച്ചിട്ടുള്ളത്? ആ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ, ആ ചർച്ചയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ കാര്യങ്ങൾ അറിയാതെ ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എന്ന് പറയുമ്പോൾ താങ്കൾ ആ ചർച്ചയുടെ കാര്യമായി മുന്നോട്ട് വെച്ചത് ഇവിടെ പറഞ്ഞ ഈ 5 പേരുടെ തൊഴിലിടത്തെ കുറിച്ചുള്ള താങ്കളുടെ നിർവചനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളോ ആണ് അഭിഭാഷക അസോസിയേഷൻ. അതല്ല ഹർഷൻ, അതല്ല. ആ ചർച്ചയിൽ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹർഷൻ. ഒന്ന്, മാധ്യമ റൂം തുറക്കാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് മാധ്യമ റൂം തുറക്കുന്നില്ല. 2,
കോടതികളിലെ അതുപോലെ തന്നെ ജഡ്ജിമാരുടെ ചേംബറുകളിൽ മാധ്യമപ്രവർത്തകർ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നിലവിൽ കയറാനുള്ള സാഹചര്യമില്ല. ആ കയറാനുള്ള സാഹചര്യം ഇല്ലാത്തത് അങ്ങനെ തന്നെ തുടരും. മൂന്നാമത്തെ കാര്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ള ആ മാധ്യമപ്രവർത്തകർ അവർ ആരാണെങ്കിലും കോടതിയിൽ വരുന്നത് അവോയ്ഡ് ചെയ്യണമെന്നുള്ള സാഹചര്യം അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർ അവിടെ റൂം തുറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരുടെ ആവശ്യമായി ചേംബറിൽ കടന്നു കയറണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലെത്തുകയാണ് ചെയ്തത് മാധ്യമപ്രവർത്തകർ. അവിടെ നിന്നാണല്ലോ ഈ സംഭവ പരമ്പരകൾ ഉണ്ടാവുന്നത്. അതിനുശേഷം വളരെ കൃത്യമായ നിലപാട് താങ്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഞാനൊരൊറ്റ കാര്യം പറയട്ടെ. പ്രശ്നം എന്നത് 5 പേരുടെ തൊഴിലിടം തന്നെയാണ് എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുന്നത്. ഹർഷൻ, എന്നെ ഒറ്റ കാര്യം പറയാൻ അനുവദിച്ചാൽ ഈ പ്രശ്നം തീരും. പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാം. താങ്കൾക്ക് താങ്കളുടെ ചാനലിന്റെ MD ആയിട്ടുള്ള ശ്രീമാൻ ശ്രേയസ് കുമാർ, മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീമാൻ ശ്രേയസ് കുമാർ, അദ്ദേഹത്തിനോട് ചോദിക്കൂ, ആ ചർച്ചയിൽ എന്താണ് ഈ 5 പേരെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടായത്? അവരെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജിമാർ എന്താണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അവരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ശ്രീ ശ്രേയസ് കുമാർ ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ടെങ്കിൽ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഞങ്ങൾക്കും ആ നിലപാട് കൃത്യമായി മനസ്സിലാക്കാനും പറയാനും കഴിയുക. എന്തായാലും തെറ്റിദ്ധാരണാജനകമായി ആ വിഷയം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും കഴിയില്ല. വളരെ കൃത്യമായി പറയട്ടെ, ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, അതിനെങ്ങനെയാണ് കഴിയുക? തൊഴിലിടത്തെ നിർവചിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക? തീരുമാനിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക എന്ന ചോദ്യമുണ്ടല്ലോ. വീണ്ടും വീണ്ടും അത് വേണമെന്ന് താങ്കൾ ആവർത്തിക്കുന്നു. അതിനെങ്ങനെ കഴിയും എന്നതാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കടുംപിടുത്തത്തിൽ ആ ഒരൊറ്റ നിലപാടിലാണ് അഭിഭാഷക അസോസിയേഷൻ നിൽക്കുന്നത്. 5 പേർ വരാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിൽ. അതിനി ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാവേണ്ടത്? ഇനിയിപ്പോൾ ജഡ്ജിമാരോ ചീഫ് ജസ്റ്റിസുമാരോ ഇടപെട്ടുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ? കാരണം വേണമെങ്കിൽ കഴിയുമെന്ന് കരുതാവുന്ന സാഹചര്യമുണ്ട്. കാരണം അവർക്കെതിരെ പരാതിയുണ്ട്, അതിലേക്കുള്ള കേസുമുണ്ട്. അല്ല, ഹൈക്കോടതിയിൽ ആര് വരണം ആര് വരണ്ട എന്ന് നിശ്ചയിക്കുന്നതിനോ നിരോധിക്കുന്നതിനോ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആർക്കും അധികാരമില്ല. കാരണം ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, അത് തുറന്ന കോടതിയാണ്, ഓപ്പൺ കോർട്ട് ആണ്, പബ്ലിക് പ്ലേസ് ആണ്. അത് പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിലും വീക്ഷണത്തിലുമാണ് കോടതി നടപടികൾ നടക്കേണ്ടത്. ആ പൊതുസമൂഹത്തിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അവിടെ വരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഏതാനും അഭിഭാഷകർ ഇത് തങ്ങളുടെ കുടുംബ സ്വത്തോ അല്ലെങ്കിൽ കുടുംബ മുറ്റമോ ആണ് എന്ന് ധരിച്ചാൽ അതിനെന്ത് ഉത്തരം പറയാൻ കഴിയും? ഇവിടെയാണ് ന്യായബോധമുള്ള ന്യായാധിപന്മാർ മുൻകൈയെടുത്ത് പ്രശ്നം തീർക്കണം എന്ന് പറയുന്നത്. പക്ഷെ അവർ നിലപാട് വ്യക്തമാക്കുന്നില്ല. അറിഞ്ഞിടത്തോളം അവർ വ്യക്തമാക്കുന്ന നിലപാടുകൾ ഈ അഭിഭാഷക വിക്രികൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് വളരെ ആഴമുണ്ട്. ഈ കുറഞ്ഞപക്ഷം അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ ആവർത്തിച്ച് സ്വീകരിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണദാസ് സ്വീകരിക്കുന്ന നിലപാട്, അത് അഭിഭാഷക അസോസിയേഷന്റെ നിലപാടാണ്. അതിൽ പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രദ്ധേയമായത്, ഒരുപക്ഷെ കേരളീയ സമൂഹം തന്നെ ചർച്ച ചെയ്യേണ്ടത്, അഭിഭാഷകന്റെ ഒരു തൊഴിലിടത്തെ ആ നിലയ്ക്ക് നിർവചിക്കുന്നു. ഒരു പ്രിവിലേജും വേണ്ട, പക്ഷേ അവന് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അതിനെ നിഷേധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ അഭിഭാഷകർ കടന്നു വരരുത്, അവർ ഇവിടെ തൊഴിലെടുക്കരുത് എന്ന് എങ്ങനെ വാദിക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നം. മൂന്നാമത്, കോടതി അഭിഭാഷകന്റെ തൊഴിലിടമാണ്, അവിടേക്ക് വരരുത്. അങ്ങനെ അഭിഭാഷകർ എണ്ണത്തിൽ കൂടുതലായിരിക്കും, പക്ഷേ അവരുടെ മാത്രം തൊഴിലിടം എന്നതിനെ നിർവചിക്കാനും കഴിയുമോ? അല്ല, കോടതി എന്നത് ന്യായാധിപന്മാരുടെയോ അഭിഭാഷകരുടെയോ തൊഴിൽ ഇടം അല്ല. അത് നീതി നിർവഹണ പ്രക്രിയ നടക്കുന്ന ഇടമാണ്. അത് പൊതു ഇടമാണ്, പബ്ലിക് പ്ലേസ് ആണ്. അവിടെ ജഡ്ജിമാർ വരുന്നു, വക്കീൽമാർ വരുന്നു. അവർക്ക് സ്വകാര്യമായി തീർക്കാവുന്ന വിഷയമല്ല അത്. അവരെങ്ങനെയാണ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത്, എങ്ങനെയാണ് വിധി പറയുന്നത്, ഒരു വിധിയിലേക്ക് എങ്ങനെയാണ് കോടതി എത്തിച്ചേരുന്നത്, അത് അറിയുന്നതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മാധ്യമ റിപ്പോർട്ടിംഗ്, കോർട്ട് റിപ്പോർട്ടിംഗ് നടക്കുന്നത്. അത് വക്കീൽമാരുടെ തൊഴിലിടം എന്ന് പറയുന്നത് അവരുടെ ചേംബറാണ്, അവരുടെ ഓഫീസാണ്. അവരുടെ മാധ്യമപ്രവർത്തകർ ചെന്നാൽ അവർക്ക് തടയാം. അല്ലാതെ കോടതി എന്നത് വക്കീലന്മാരുടെയോ ജഡ്ജിമാരുടെയോ ഒരു സ്വകാര്യ
സംരംഭം അല്ല. അങ്ങനെ ഒരു ധാരണ അഭിഭാഷകർക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരത് തിരുത്തണം. തീർച്ചയായും. ഇനി അങ്ങോട്ട് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അഭിഭാഷകർ ഇനിയും മുന്നോട്ട് വയ്ക്കുന്ന, ചൊവ്വാഴ്ചയും മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നത് ഈ 5 പേരും ഇവിടെ തൊഴിലെടുക്കാൻ എത്തരുത് എന്നത് തന്നെയായിരിക്കുമോ? ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം ഞങ്ങൾ വ്യക്തമായി ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ രജിസ്ട്രാർക്കും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ലെറ്ററുകളും കത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ റെപ്രസെൻറ്റേഷനും എല്ലാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ബഹുമാനപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട ജഡ്ജിമാരും തീരുമാനിക്കുന്നതനുസരിച്ച് തന്നെയാണ് അസോസിയേഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്, വക്കീലന്മാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. കേരളത്തിലെ ഒരു കോടതികളിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എതിർപ്പുന്നയിച്ചിട്ടുള്ള ആളുകളല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകനും പോകുന്നതിനോ, ഒരു മാധ്യമ പ്രവർത്തകൻ കടന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനോ, വിഷ്വൽ മീഡിയക്കാർ പോകുന്നതിനോ, മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതിനോ ഒരാളും തടസ്സം പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലപാട് വ്യക്തമാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനത്തിന് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് അഭിഭാഷക അസോസിയേഷന്റെ നിലപാട് എന്ന്. അത് വിലയിരുത്തട്ടെ സർക്കാരിന് കഴിയുന്നത് ചെയ്യട്ടെ, കോടതിക്കും. എന്തായാലും താങ്കൾ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ ദൃശ്യങ്ങൾ ഇതുവരെ എത്താത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അത് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. ഇനി അല്ലെങ്കിൽ അത് കിട്ടിയില്ല. അല്ല, താങ്കൾ ചർച്ചയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു, ഞാനത് കാണിച്ചില്ല എന്ന ആളുകൾ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ അത് ലഭിച്ചിട്ടില്ല എന്ന്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.